ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. നമ്മളൊന്ന് വന്നിട്ടുള്ളത് പിയാജിയോൻ്റെ ഷോറൂമിലാണ്. കോഴിക്കോട് രാമനാട്ടുകരയാണ് ഇത് വരുന്നത്. ക്ലാസിക് മോട്ടോഴ്സാണ് ഷോറൂം. ഇവർക്ക് നമ്മുടെ രണ്ട് ജില്ലയിലും മലപ്പുറം കോഴിക്കോടും കൂടെ ആയിട്ട് 8 ഷോറൂമുകളുണ്ട് മൊത്തം. ഇവിടെയാണ് നമ്മളെ ഹെഡ് ഓഫീസ് വരുന്നത്. നമ്മളിന്ന് നിലവിൽ നിൽക്കുന്നത് ഇവരെ ഗ്യാരേജിലാണ്. ഇവിടെ വണ്ടികൾ ഒരുവിധം പണിക്കിട്ടിട്ടുള്ള വണ്ടികളാണ് ഇവിടെ കാണുന്നത്. എല്ലാം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളതല്ല. ഫ്രഷ് വണ്ടികൾ, ഫുഡും കാര്യങ്ങളും ഫിറ്റിങ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ഇവിടെ. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. എന്തെങ്കിലും മാറ്റങ്ങൾ പുതിയ വണ്ടിയിൽ വന്നിട്ടുണ്ടോ, അതോ പഴയ വണ്ടി പോലെ തന്നെയാണോ, എന്തൊക്കെ വ്യത്യാസമുള്ളതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ പിയാജിയോൻ്റെ ആപ്പ വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന ആപ്പാൻ്റെ ഓട്ടോറിക്ഷകളിലെ ഏറ്റവും വലിയ വണ്ടി ആണ് വരുന്നത്. ആപ്പ ഓട്ടോ DX എന്നാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ ചെറിയ 2 വണ്ടികളാണുള്ളത്, ആപ്പ സിറ്റി പ്ലസും ആപ്പ സിറ്റിയും. അപ്പോൾ അതിലെ ടോപ്പ് വണ്ടിയാണിത്. ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ വണ്ടിയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് കുറച്ച് ഹൈറ്റ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. അത് ഇവരെന്നെ ഇതിൻ്റെ കമ്പി പണികളൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വണ്ടിക്ക്. മറ്റുള്ള ഓട്ടോറിക്ഷകളൊക്കെ അപേക്ഷിച്ചിട്ട് നല്ല സ്പേസ് ആണ്. കസ്റ്റമേഴ്സിനുള്ള ഗുഡ് സ്പേസ് ആണെങ്കിലും ഡ്രൈവർ സ്പേസ് ആണെങ്കിലും ലഗേജ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. എഞ്ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ തൊട്ട് അടിഭാഗത്തായിട്ടാണ് കാണാം. നമുക്ക് പുറത്ത് നോക്കിയാൽ തന്നെ കാണാം എല്ലാം. സർവീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചെയ്യുക. അതേപോലെ ഇതാണ് ഇതിൻ്റെ ലഗേജ് സ്പേസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവർ വുഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കെട്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ വേറെ രീതിയിൽ പണിയെടുപ്പിച്ചിട്ട് നല്ല കുട്ടപ്പനൊക്കെ ആക്കാം. ഇതിലേക്ക് കിടക്കുന്ന പാർട്സൊക്കെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. കംപ്ലീറ്റ് ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടില്ല. ഇതാണ് ലഗേജ് സ്പേസ്. അത്യാവശ്യം നല്ല സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു രീതിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. ഒരു ചെറിയ ആപ്പൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുപോകാം. നമ്മുടെ നാട്ടിലിപ്പോൾ ആപ്പൊക്കെയുള്ള സാധനങ്ങളടക്കം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്രയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡീസൽ ടാങ്ക് വരുന്നത്. ഇവിടെയാണ് ബ്രേക്ക് വരിക. പിന്നെ ഇപ്പോഴത്തെ എല്ലാ ബ്രേക്കല്ല, ബാറ്ററി വരുന്നത് ഈ ഒരു സൈഡിലാണ്. ചെറിയ ബാറ്ററിയാണ്, മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് ചെറിയ ബാറ്ററി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സൈസ്. അതുപോലെ ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾക്കും നമുക്ക് ഡോർ വരുന്നുണ്ട്. അത് എല്ലാ ഓട്ടോറിക്ഷകൾക്കും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റെപ്പിനി വരുന്നത് ഇതായി നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ആയിട്ടാണ്. ഇതിൽ ലോക്കാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ടാണ് നമുക്ക് സ്റ്റെപ്പിനി വരുന്നത്. അതേപോലെ പുതിയ മോഡലിന് വന്നിട്ടുള്ളൊരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് BS4 ആണ് എഞ്ചിന്. അതിൽ BS6ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് BS6 ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലെ മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഈ സൈഡ് പോകാം. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു വാട്ടർ ടാങ്ക് കാണാം. ഓക്കെ, കാണിച്ചു കൊടുക്കാം. നമുക്ക് അതിൻ്റെ മൂടി നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാം. 2 സൈഡിൽ നമുക്ക് ഓരോ ഡപ്പ കാണാം. അപ്പോൾ ഇതായിരിക്കും ഇത് ഡീസൽ ടാങ്ക് കാണുന്നത്. അതല്ല, ഇത് നമുക്ക് വാട്ടർ ടാങ്ക് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഡീസൽ വണ്ടിക്ക് പൊല്യൂഷൻ കൂടുതലായിട്ടാണല്ലോ ഇപ്പോൾ മറ്റ് CNGയും ഇലക്ട്രിക്കും ഒക്കെ ഒരുപാട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ എൻജിൻ കൂളിങ്ങിനും അതിനൊന്നും വേണ്ടിയിട്ടില്ല. നമുക്ക് പൊല്യൂഷൻ കുറക്കാൻ, ഔട്ട്പുട്ട് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഇതിൽ കമ്പനി പറയുന്നത് 60 കിലോമീറ്റർ ഓടിയാൽ 1 ലിറ്റർ വെള്ളം കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതാണ് ഇതിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം. ബാക്കിയൊക്കെ നമ്മുടെ പഴയ വണ്ടിയുടെ സെയിം തന്നെയാണ്. നമ്മുടെ പഴയ നിലവിൽ ഇറക്കണ എല്ലാ വണ്ടികൾക്കും ക്ലാസിക് എഞ്ചിനാണ് കൊടുക്കുന്നത്. അതൊക്കെ ഈ വണ്ടിയിലും സെയിം ആണ്. 42 മാസം കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ, നമുക്ക് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ഡാഷ് ബോക്സ് വരുന്നത്. അതുപോലെ ഇത് കവർ ചെയ്തിട്ടുണ്ട്, ഫ്രഷ് വണ്ടിയായ കാരണമാണ്. ഇവിടെ നമുക്ക് ഷെൽഫ് വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, ഹെഡ് ലൈറ്റിൻ്റെ പാസ് വരുന്നുണ്ട്. ഇത് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. വൈപ്പർ, 4 ഇൻഡിക്കേറ്റർ ഇതിലാണ് വരുന്നത്. വണ്ടി സെൻസർ ആണോ എന്ന് ചോദിച്ചാൽ സെൻസറാണ്. എന്നാൽ നമുക്ക് മറ്റ് പഴയ വണ്ടിക്കൊക്കെ കൊടുത്തിരുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ തന്നെ വന്നിട്ട് നമ്മൾ സർവീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. മറ്റുള്ള ചെറിയ ചെറിയ വർക്ക്ഷോപ്പൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴത്തെ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഷോറൂം, ഏത് വർക്ക്ഷോപ്പ് പോയാലും നമുക്ക് സർവീസ് ചെയ്ത് കിട്ടും. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സെൻസർ ആണോ എന്ന് ചോദിച്ചാൽ സെൻസറാണ്, അത്രേ ഉള്ളൂ. നമ്മുടെ സാധാ വണ്ടികളുള്ള പോലെ തന്നെ ഓയിൽ സെൻസർ, എൻജിൻ സെൻസർ, കൂളിംഗ് സെൻസർ, ബാറ്ററി സെൻസർ, അത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ. ഉപയോഗിച്ച് ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. ചാവി എവിടെയാണ് വരുന്നത്, ഒന്ന് ഓണാക്കുക. നമുക്കിതിൽ പ്രത്യേകം വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റുള്ള വണ്ടികളിലൊന്നും കാണില്ല, ഇതിലാണ് വന്നിട്ടുള്ളത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു വാട്ടറിൻ്റെ ഒരു സെക്ഷൻ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. 73% ആണ് നിലവിലുള്ളത്. ഒരു 50% കുറയാതെ അതിൽ വെള്ളം എപ്പോഴും കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റ്. ബാക്കിയെല്ലാം സെയിമാണ്. ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് റിവേഴ്സ് കേബിളാണിത്. ഇത് താഴ്ത്തതിന് ശേഷമാണ് വണ്ടി റിവേഴ്സ് പോവുക. ഇത് ഡീകംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് സ്റ്റോപ്പ്. അതേപോലെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് USB പോർട്ട് കൊടുക്കുന്നുണ്ട് ചാർജിങ്ങിനും വേണ്ടിയിട്ട്.
പഴയ വണ്ടികളിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിൽ കമ്പനി തന്നെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഡീകംപ്രഷൻ വലിക്കുക, ആക്കി കൊടുക്കുക. ഇതാണ് വരുന്നത്. വണ്ടി ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. സ്മൂത്താണ്. ആദ്യത്തെ വണ്ടിയുടെ ആ ഒരു ജർക്കിംഗ് ഒന്നും തോന്നണില്ല. അവിടെ നമുക്ക് ഡോറിന് ലോക്കാണ് വരുന്നത്. ആ ലോക്കാണ് അത്. മറ്റു വണ്ടിക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ തന്നെ വണ്ടി ലോക്കാവും. പക്ഷേ ഇതിന് നമ്മൾ കുറ്റിയിടണം, അതാണ് ഇതിൽ വരുന്നത്. പിന്നെ ജസ്റ്റ് ഗിയർ ഇടുക, ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി മൂവ് ആവും. ഇത്രയും വരുന്നുള്ളൂ. ജർക്കിംഗ് ഒക്കെ കുറവാണ്. പഴയ വണ്ടീൻ്റെ അത്ര ജർക്കിംഗ് ഒന്നും തോന്നുന്നില്ല. അതൊക്കെ ഒരു ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത്രയും വരുന്നുള്ളൂ. നമ്മൾ വണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിൻ്റെ കേബിൾ പുൾ ചെയ്യാം. ഇത്രയും വണ്ടിക്ക് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എത്രയാണ് പിന്നെ ഇത് നമ്മൾ വൈപ്പറിൻ്റെയാണ്. ഓക്കെ, കൂടുതലൊന്നും നമുക്ക് പുതിയ വണ്ടിയിൽ പറയാനില്ല. ബാക്കിയെല്ലാം സെയിമാണ് പഴയ വണ്ടീനെ നോക്കുമ്പോൾ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോറൂമിൽ തന്നെ നേരിട്ട് വന്നതിന് ശേഷം അന്വേഷിക്കുക. കാരണം ഓരോ സ്ഥലത്തിനനുസരിച്ചും ഡിസ്കൗണ്ടൊക്കെ വരുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു കറക്റ്റ് റേറ്റ് പറയുന്നതിനേക്കാൾ നല്ല ഷോറൂമിൽ വന്നിട്ട് ആ സമയത്ത് കറക്റ്റ് റേറ്റ് ചോദിച്ചിട്ട് മനസ്സിലാക്കണതാണ് നല്ലത്. പിന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെപ്പറേറ്റ് അങ്ങനെ കിട്ടുന്നതാണ്, നമ്മൾ ചോദിച്ച് മേടിക്കുക. പിന്നെ ഇത്രയാണ് വരുന്നത്. നമുക്ക് വണ്ടി ഡൗൺ പേയ്മെൻറ്റ് അടവിനും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരും. മുദ്ര ലോണ്, അതുപോലെ ബജാജ്, ഓരോ ഫിനാൻസിനനുസരിച്ച് അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ 100% ലോൺ കൊടുക്കുന്ന ഫിനാൻസും ഉണ്ട്. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫിനാൻസിനനുസരിച്ചുണ്ടാവും. നമുക്ക് നിലവിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, പിന്നെ നികുതി അടച്ച ഷീറ്റ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വന്നാൽ വണ്ടിയും കണ്ടാൽ നമുക്ക് ഡയറക്റ്റ് വണ്ടി എടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.